തിരുവനന്തപുരത്ത് കവടിയാറിലുള്ള ഡോക്ടർ ബെറ്റി ബിജോയുടെ ജോസ് ഫാമിലാണ് നമ്മളുള്ളത് അല്ലേ? ജോക്കുട്ടന്റെ ഫാം. ഇത് ജോക്കുട്ടന്റെ തന്നെ ഫാമാണ്. ഡോക്ടർ തിരുവനന്തപുരംകാരിയാണോ? അല്ല, ഞാൻ പാലക്കാരിയാ. ജോയ് ആയിട്ടുള്ള വർത്തമാനങ്ങളാണ് ഡോക്ടറുടെ ചാനല്. അതാണ് നമ്മളൊക്കെ ആദ്യം കാണുന്നത്. ജോ ആണ് ഞങ്ങളുടെ എല്ലാത്തിന്റെയും കൂട്ട്. പിന്നെ മക്കളൊക്കെ പഠിക്കാനും പല വശത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനായി ഞങ്ങളുടെ എല്ലാം. ആദ്യത്തെ ചോദ്യം തന്നെ എന്താണെന്ന് അറിയാം. എല്ലാരും ഞാൻ ഇങ്ങനെ പറഞ്ഞു ഡോക്ടറെ അടുത്ത് വരുന്നു. അവർക്ക് ഇതിനൊക്കെ എവിടുന്ന് നേരുന്ന എല്ലാത്തിനും സമയമുണ്ട്. എങ്ങനെയാ രാവിലെ എപ്പം തുടങ്ങും? യൂഷ്വലി ഞാനൊരു 5 മണി 5 AM ആണ്. 5 മണിക്ക് എണീക്കും. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെതായ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് പിന്നെ മെയിൻലി ഇപ്പോൾ ചൂടുള്ള സീസൺ ആണെങ്കിൽ ഞാൻ രാവിലെ തന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കും. അതിനുശേഷം ഒരു ആഴ്ച 4 ദിവസം എൻ്റെതായ ഒരു എക്സസൈസ് ഉണ്ട്. ഞാൻ ഷട്ടിൽ കളിക്കും. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരു 6:30 ഒക്കെ ആകുമ്പോഴേക്കും പോകും. 6:30 to 7:30 തിരിച്ചു വരും. അത്യാവശ്യം പിന്നെ ബാക്കി പച്ചക്കറികളുടെ ഇടയ്ക്കൊക്കെ ഒന്നുകൂടെ നടന്ന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഒരു 10-10:30 ഞാൻ ക്ലിനിക്കിൽ പോയിരിക്കും. ഡോക്ടർ എങ്ങനെയാ അത് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തത്? വന്ന ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്തോ അതോ ഇപ്പൊ പിള്ളേരൊക്കെ പോയതിനു ശേഷം എനിക്ക് ഒത്തിരി ഫ്രീ ടൈമായി. അപ്പൊ ആ ഫ്രീ ടൈമില് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കൺട്രോളിൽ നിൽക്കണം. എനിക്ക് വീട്ടിൽ നിന്ന് വിട്ടു മാറി നിൽക്കാനും പറ്റൂല. കാരണം അന്ന് അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി ബെഡ്രിഡൻ ആയിരുന്നു. അപ്പം ഹോം നഴ്സുമാരും അമ്മച്ചിയും എല്ലാവരും കൂടെ ഒരു യെസ്. അപ്പൊ എനിക്ക് വീട് വിട്ട് വെളിയിൽ പോകാനും പറ്റില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതെല്ലാം അങ്ങ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ആദ്യമേ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കോഴിയാണ്. പക്ഷെ കോഴി എനിക്കൊരു വലിയ ഇഷ്യൂ തന്നെ ഉണ്ടാക്കി. കാരണം ഞാൻ കോഴിയെ അയൽവക്കാർ ആരും പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം നമ്മളോട് നല്ല ഇതില്ല. പക്ഷെ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി. കാരണം ഈ കോഴിയുടെ കാഷ്ടം അതെവിടെ കൊണ്ടുപോയി നമ്മൾ കളയുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾ ഇത് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് എടുത്തിട്ട് മണ്ണിനടിയിൽ കുഴിച്ചിടും. പക്ഷെ പിന്നീട് നോക്കിയപ്പോൾ അത് പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ കുറെ കസിൻസ് ഉണ്ട് ഇവിടെ. അപ്പം അറിയായിരിക്കും, ലിസി ജേക്കബ് IAS ചീഫ് സെക്രട്ടറി ആയിരുന്നു. അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മോള. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഈ ബയോഗ്യാസ് പ്ലാന്റ് കണ്ടു. അന്നേരം ഇങ്ങനെ ഞങ്ങൾ ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ കണ്ട് കുറെ വർഷങ്ങൾ മുമ്പാണ് കണ്ടെല്ലാം പോയപ്പോൾ പണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടില് ഈ ഞങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. അപ്പൊ ഈ പശുവിൽ നിന്ന് വരുന്ന ചാണകം ഉണ്ടല്ലോ, ചാണകവും മൂത്രവും കൂടെ മിക്സ് ചെയ്ത് കഴുകിയിട്ട് വലിയൊരു ടാങ്കിലേക്കാണ് വിടുന്നത്. അവിടുന്ന് ഇത് ഗ്യാസ് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പൊ എനിക്ക് തോന്നി ഈ ബയോഗ്യാസ് പ്ലാന്റിനെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്താൽ എന്താ കുഴപ്പം? കോഴിക്കാട്ട് ഇപ്പൊ ചാണകത്തിന് പകരമായിട്ട് കോഴിക്കാഷ്ടം. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്തു തരാൻ ഇവിടെ ബയോഗ്യാസ് പ്ലാന്റിന്റെ അവിടെ ഞാൻ ചെന്നു. അപ്പൊ അവര് പറയണ ആരും ഇങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ ഇതിനകത്തുള്ള ഡ്രോബാക്സ് എന്താണെന്നെല്ലാം ചോദിച്ചു. അപ്പൊ അവര് എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഡെഫിനറ്റ്ലി അവരുടേതായ കൺസേണില്. പക്ഷെ ഞാൻ പറഞ്ഞു എന്താണേലും ഈ ചാണകത്തിൽ ഇത് വർക്കൗട്ട് ആവുമല്ലോ, അപ്പൊ തീർച്ചയായിട്ടും ഇത് കോഴിക്കാഷ്ട. അപ്പൊ എന്റെ ഓൺ റിസ്കില് ഞങ്ങൾ ഇതിവിടെ സ്ഥാപിച്ചു ബയോഗ്യാസ് പ്ലാന്റ്. അങ്ങനെ ആ പ്രോബ്ലം കംപ്ലീറ്റ് യെസ് ഇറ്റ് വർക്ക്ഡ് ഔട്ട്. ഓരോ സാധനങ്ങൾക്കും ഓരോ കഥയുണ്ട്. ആക്ച്വലി ഇത് ജാതി. നമ്മുടെ ഇവിടെ ഒന്നും ആരും ജാതി കൊണ്ടൊന്നും മുറ്റത്ത് വെക്കാറില്ലല്ലോ. എന്റെ അപ്പനായിട്ട് ഒരു പ്രാവശ്യം വന്നപ്പോ കൊണ്ടു തന്നാണ് ജാതി തൈ. അന്ന് നമുക്ക് ഇവിടെ ഒരു സ്ഥലം കണ്ടപ്പോ നമ്മളങ്ങ് ഇവിടെ വെച്ചു. പക്ഷെ ഇതിപ്പോ ഞങ്ങക്ക് ഭയങ്കര തണലാണ്, നല്ല തണല. പിന്നെ ഒറ്റ ഡ്രോബാക്ക് ഉള്ളത് ഡെയിലി നമ്മൾ മുറ്റം തൂക്കണം. ഈ മാവാണേലും ഇവിടുത്തെ അമ്മച്ചി ഇപ്പൊ മരിച്ചു പോയിട്ട് 3 വർഷമായി അമ്മച്ചി വെച്ച മാവാ. അപ്പൊ ഇതൊന്നും ഞങ്ങൾ കളയാതെ, ഇതൊക്കെ നിറയെ മാങ്ങയാണ്. ഇത് പ്ലാവ് ഇവിടെ ഒന്നുണ്ട്. പിന്നെ ഈ സൈഡ് കോഴിക്കോടിന്റെ സൈഡും പ്ലാവുണ്ട്. അപ്ഡേറ്റ് ചെയ്യാൻ റംബൂട്ടാനും വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. അത് മോസ്റ്റ് മോഡേൺ ആയിട്ട് റംബൂട്ടാൻ നിറച്ച് കായ്ച്ചു നിൽക്കുക. ഇത് ചിക്കുമര, ഇത് നിറയെ കായ്ച്ചു നിൽക്കും. ഇപ്പൊ ഇവിടെ കഴിക്കാൻ ആരും ഇല്ല എന്നുള്ളൊരു ഇതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇതെല്ലാം ഈ മാങ്ങയാണേലും ചിക്കു ആണേലും പൾപ്പെടുത്ത് സൂക്ഷിച്ചു വെക്കും. ഫ്രിഡ്ജില് ഫ്രീസറിൽ വെക്കും. അത് വർഷങ്ങളോളം ഇരുന്നു. പിള്ളേര് വരുമ്പോഴത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്നു. അപ്പൊ ഇത് നിറച്ച് അണ്ണാന്മാരും കിളികളും വന്നിരിക്കും. ഇങ്ങനെ കുറേ ചട്ടിയില് ചെടികൾ വെച്ച് വെക്കും. ഇത് നമ്മുടെ പനിക്കൂർക്കയാണ്. ഇതിങ്ങ് എടുത്ത് മാറ്റിയിട്ട്
അല്ല ജോഗുട്ടൻ എല്ലാത്തിനും കൂടെ ഉണ്ട് കേട്ടോ. അടുത്തത് വെച്ചു കൊടുക്കും. ഒരു 10-15 മിനിറ്റ് അവരിങ്ങനെ ഒന്ന് അമാന്തിച്ച് നിൽക്കും. അത് കഴിഞ്ഞിട്ട് വന്ന് ഇത് മുഴുവൻ അവർ കൊത്തിക്കുന്നു. പനിക്കൂർക്കലാണ് കിളികൾക്ക് ഏറ്റവും ആവശ്യമുള്ളത്. ഇതാണ് പനിക്കൂർക്കല. അപ്പം ഇത് നമ്മൾ മുറിച്ചിട്ട് കഴിഞ്ഞാല് കുറച്ചു നേരം കഴിയുമ്പോ ഇത് വാടിപ്പോകും. പക്ഷെ ഇത് ചെടി മണ്ണിൽ തന്നെയാണ്. അപ്പൊ അവര് ആവശ്യത്തിനുള്ള കഴിച്ചു കഴിഞ്ഞാലും ബാക്കി അവിടെ തന്നെ നിപ്പുണ്ട്. ഇതൊക്കെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയും. ഇതാണ് ഞാൻ പറഞ്ഞ ഇത് സെയിം ആ കോഴിക്കോട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ബയോഗ്യാസ് പ്ലാന്റ് ഫിക്സ് ചെയ്തു. ഓക്കെ, പ്ലാന്റിനനുസരിച്ച് നമ്മള് ഇങ്ങനെ ഒരു ഫ്രെയിം വർക്ക് ചെയ്തിട്ട് ആ ഫ്രെയിം വർക്കിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കോഴിയുടെ കാഷ്ടം ഇങ്ങനെ ആക്കി. എന്നിട്ട് ഇത് താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ മഴവെള്ളപ്പാത്തിയാ. ആ പാത്തിയിലേക്ക് നമുക്ക് കഴുകി ഒഴിക്കും. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് ബയോഗ്യാസ് എത്തും. ഇത് മുഴുവൻ ഗ്യാസാ. ഇത് ശരിക്കും കുറച്ചുകൂടെ പൊങ്ങി വരും. രാവിലെ കുറച്ച് അവർ ഉപയോഗിച്ചു. അപ്പം ഇത്രയും ഗ്യാസ് വരും. യൂസ് ചെയ്യുന്ന അനുസരിച്ച് ഈ ഡ്രമ്മ് താഴേക്ക് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു 4 to 5 hours കഴിയുമ്പോഴേക്കും നമ്മള് ഫുഡ് വേസ്റ്റും കോഴിയുടെ കാഷ്ടം എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഡോക്ടർ, ഇത് പലരും ഇത് വയ്ക്കുന്ന പലരും പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ബയോഗ്യാസ് വച്ചതിന് ശേഷം അതിൽ ഗ്യാസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഫുഡ് അനാവശ്യമായിട്ട് വേസ്റ്റ് ആക്കണമെന്നാണ്. ഒട്ടുമില്ല. ഇവിടെ ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. കാരണം ഇവൻ പഴത്തൊലി പോലും നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും കിച്ചണില്. അതെല്ലാം അരിഞ്ഞെടുക്കും രാവിലെ. അത് കോഴിയുടെ തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കോഴിക്ക് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫുഡ് എന്തെങ്കിലും മിച്ചം വന്നാൽ അതും കോഴിയുടെ തീറ്റയുടെ, കോഴിക്ക് വേറെ കോഴിത്തീറ്റകളുണ്ട്, അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കും. അതിനുശേഷം ഈ കോഴി കാഷ്ടം എടുത്തില്ലേ, അത് കംപ്ലീറ്റ് ഇങ്ങോട്ട് വരുക. അപ്പൊ അത് ഗ്യാസ് ആയിട്ട് ഞങ്ങൾക്ക് വെളിയിലേക്ക് കിട്ടുക. ഇങ്ങനെ ഇത് ചെരിച്ചു വെച്ചത് കൊണ്ട് അത് വളരെ അതിൽ വരും, ഈ പൈപ്പിലൂടെ ഇങ്ങോട്ട് പോകും. അപ്പൊ അവിടെ ഓസ് ഉണ്ട്. ഓസ് എടുത്ത് വെച്ച് നമ്മൾ ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത അപ്പോഴേക്കും ഇത്. പിന്നെ ഞാനൊരു വൈപ്പർ വെച്ചിട്ടുണ്ട്. ആ വൈപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്ത് വിടും. അപ്പൊ ഇതെല്ലാം ഇങ്ങോട്ട് പോകും. അപ്പൊ ട്രംപിനെ പേടിക്കാത്ത ഒരേ ഒരാള് ഡോക്ടറാ. സത്യമായിട്ടും പേടിച്ചിട്ടില്ല. ഇതിനകത്തുനിന്ന് വരുന്ന നമ്മൾ ഈ വെള്ളവും കൂടെ മിക്സ് ചെയ്താണ് ഇതെല്ലാം ഇടുന്നത്. അതിന്റെ സ്ലറിയാണിത്. ഇതിനകത്ത് ഫുഡ് വേസ്റ്റിന്റെ സ്ലറിയും പിന്നെ കോഴിക്കാഷ്ടത്തിൻ്റെതും ഉണ്ട്. ഇതാണ് ഏറ്റവും നല്ല വളം. ഇത് വളരെ അപ്പൊ ശരിക്കും ഡോക്ടർ കോഴിക്കോട് തുടങ്ങി ബയോഗ്യാസ് തുടങ്ങി. അപ്പൊ ഇതിന്റെ വളം ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഒരു ഗാർഡൻ തുടങ്ങി കഴിഞ്ഞപ്പം ഇതിന് ഈ വെള്ളം തന്നെയാണ് നമ്മൾ ഇതിനെല്ലാം ഒഴിക്കണേ. ഭയങ്കരമായിട്ട് എല്ലാം അങ്ങ് വളരാൻ തുടങ്ങി. പിന്നെ നമുക്കതൊരു ഇൻസ്പിറേഷനായി. അപ്പൊ ഈ വെള്ളം ഒന്നും നമ്മൾ കളയില്ല. ഇത് എടുക്കുന്നു, ഡയലൂട്ട് ചെയ്യുന്നു. ഇതേപടി പച്ചക്കറികൾക്ക് ഓരോ സെക്ഷൻ വൈസ്. ഇപ്പൊ ഇന്ന് ഈ സെക്ഷനിൽ ഒഴിക്കുവാണെങ്കിൽ അടുത്താക്കാം. അതുകൊണ്ട് വേറെ വളങ്ങളൊന്നും ഞങ്ങൾ ഇടുന്നതേ ഇല്ല. ഇത് ദുർഗുണ പാഠശാലയാണ്. ഈ കോഴി എല്ലാരും ഒരു വഴക്കാം. ഒരു രക്ഷയില്ല. എവിടെ കൊണ്ടിട്ടാലും ഭയങ്കര അടിയാ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ മാറ്റിയിട്ടതാ. നല്ല നടപ്പാണ്. നല്ല നടപ്പിന് വേണ്ടി ഞങ്ങൾ പഠിപ്പിക്കാൻ കൊണ്ടിട്ടിരിക്കുന്നതാണിത്. കുറച്ചാളിട്ടാൽ അത് ശരിയാവോ? ഒരു രക്ഷയില്ല. ആഴ്ച ഒരു ദിവസം ഞാൻ ഇവരെയൊക്കെ വെളി വിടും. ഇത് ഗേറ്റഡാ. ഇതും ഗേറ്റ് ചെയ്ത് അപ്പൊ ഇവളെ കൂടെ ഇറക്കി വിടും. ഇവൾ അവരുടെ കൂടെ ഇവിടെ നടക്കുമ്പോൾ പോലും എല്ലാരെയും ഓടിച്ചിട്ട് കൊത്തും. അതുകൊണ്ട് പല പ്രാവശ്യം ഞാൻ അവരുടെ കൂടെ ഇട്ട് നോക്കി, നടക്കില്ല. അതുകൊണ്ട് ഇവൾ ഇവിടെ തന്നെ. കോഴിക്കോട് കഴിഞ്ഞപ്പോൾ അതിന്റെ തൊട്ട് ചേർന്ന് ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കി. ഒരു അടുക്കള തോട്ടം എന്നുള്ള വിധത്തിൽ തുടങ്ങിയതാണ്. വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഇപ്പൊ ഞാൻ എപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് തീരാറാകുമ്പോഴേക്കും അടുത്തതിനെ ഞാൻ നട്ട് പാകമാക്കും. അപ്പൊ ഇന്നലെ ഞങ്ങൾ കുറെ വിളവെടുത്തു. ഇതിന്റെ ആനക്കൊമ്പം വെണ്ടയാണ്. പിന്നെ ഇതൊക്കെ അറിയാലോ, നമ്മുടെ ബ്രിഞ്ചോൾ തന്നെ എനിക്കിവിടെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ, പല കളേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് ഇന്ത്യയിൽ എത്ര തരം വഴുതനങ്ങ ഉണ്ടെന്ന് അറിയാമോ? സത്യമായിട്ടും അതറിഞ്ഞൂടാ. ഓൾമോസ്റ്റ് 5600. ഓക്കെ, എനിക്കിവിടെ ഒരു 4 ഉള്ളൂ. ഇവർക്ക് ഇത് ഇപ്പൊ കഴിച്ചു ഇതുണ്ട. അടുത്ത സെക്ഷൻ ഇത് ഇവരിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവര് തീരുമ്പോഴേക്കും ഇവരാണ്. പിന്നെ ഇവിടെ നാടൻ ഇതുണ്ടോ, കൂർക്കയൊക്കെ നിറയെ നിൽക്കുകയാണ്. അതെല്ലാം കൂർക്ക, ചീര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ പപ്പായ ഇത് നാടൻ പപ്പായ. പിന്നെ എന്റെ പാല മറക്കാതിരിക്കാൻ ഞാൻ വേറൊരു സാധനം കൂടെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പാലായിൽ വീട്ടില് മുറ്റത്തിരിക്കുമ്പോള്
ഈ കാപ്പി പൂക്കുന്ന സമയം അറിയാമോ? ജാനുവരി. കാപ്പി പൂത്ത് കഴിയുമ്പോൾ ഭയങ്കര മണമാണ്. അത് നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് സംഭവം തന്നെയാണ്. എടാ, ഒരു കാപ്പി ഞാൻ വെച്ചിട്ടുണ്ട്, അത് പൂക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയാണ്. കൂടാതെ ഇത് നാരകാണ്, അത് ഓറഞ്ചാ. ഇത് ഓറഞ്ചാണ്. അത് ഒരു പ്രാവശ്യം എന്തോ ഒരു അസുഖം വന്നു പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നത്. പക്ഷെ ഞങ്ങക്ക് വേറെ ഓറഞ്ച് അപ്പുറത്തുണ്ട്, പലതരമുണ്ട്. നാടൻ വെണ്ടയുണ്ട്, ചുമന്ന വെണ്ടയുണ്ട്, ഇത് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ട, പിന്നെ മുളക്. ഒരു വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഓർഗാനിക് ലൈഫാണ്. ഓർഗാനിക്കാ, പക്ക ഓർഗാനിക്കാ. അപ്പൊ ഈ പച്ചക്കറികൾക്ക് ഇടയിലൊക്കെ ഇതാ അബിയുണ്ട് അല്ലേ? അബിയു. ഇതെങ്ങനെ, എന്തിനാ അങ്ങനെ വെച്ചേ ഇതിനിടയില്? ആക്ച്വലി പുതിയൊരു ഫ്രൂട്ട് എന്ന് കണ്ടപ്പോ നാടനായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, അപ്പൊ അതുകൊണ്ടൊന്ന് വാങ്ങിച്ചു വെച്ചാ. പക്ഷെ ഇപ്പൊ ഒരു 1.5 വർഷമായി ഇതുവരെ കായ്ച്ചില്ല. അപ്പം അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുവാണ് ഇതെങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. പിന്നെ എനിക്ക് സ്ഥലക്കുറവ് കൊണ്ട് ഞാൻ പല പരിപാടികളും ചെയ്യാറുണ്ട്. ഇതാ, എനിക്ക് ഇത്രയും സ്ഥലമല്ലേ ഉള്ളൂ, അപ്പം അവിടെ കുറച്ചുകൂടി ഉണ്ട്. ചീരയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ വെക്കും. അപ്പൊ ഇങ്ങനെ കുത്തി കുത്തി വെച്ച് കഴിയുമ്പോ ഇഷ്ടംപോലെ ചീര ഉണ്ടാക്കാൻ പറ്റും. ഇതിനുള്ളിൽ ഇതെല്ലാം നമ്മള് തൂത്തുവാരുന്ന കരികലില്ലേ, അത് ഡെയിലി ഉള്ളത് ഇതിന്റെ മുകളിൽ കൊണ്ടുതരും. കമ്പോസ്റ്റ് ആകും. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി മണ്ണിട്ട് കൊടുക്കും, കമ്പോസ്റ്റ് ആകും, വളവും കിട്ടും. എന്നിട്ട് ഇതിനിടയ്ക്കോട്ട് നമ്മൾ ചീര നട്ട് കൊടുക്കും. ഡോക്ടർ, ഇങ്ങനെ കരിയിലയില് വേണ്ടുന്നത് മറ്റേ കിഴങ്ങുകളാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആണെന്ന് കേട്ടോ. അത് നമ്മൾ ചാക്കി വേറെ വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാ പരിപാടി. ഇത് ചീര, ഇത് സ്ഥലക്കുറവ് കൊണ്ട് ഇങ്ങനെ ഇതിനിടയ്ക്കോട്ട് വെച്ചതാ. അപ്പൊ ഇതിനകത്തൊരു പൈപ്പ് വെച്ചിരിക്കുക. അപ്പൊ ഇതിലേക്ക് നമ്മൾ വളങ്ങൾ, ആ സ്ലറിയാണ് മെയിൻലി ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇതിന്റെ ബ്രിഞ്ചോളിന്റെ ഇത് നമ്മൾ ഈ സാമ്പാറിനകത്തൊക്കെ ഇടുന്ന സാധനം, ഇത് കുറെ ഇന്നലെയൊക്കെ ആയിട്ട് പറിച്ചു. ഇത് നമ്മുടെ മുന്തിരി ആട്ടോ. ഇത് മുന്തിരി കായ്ച്ചിരുന്നു. ഇത് ഇവിടെ ഉണ്ട്. പഴുത്തൊക്കെ ഞങ്ങൾ ഓരോ ദിവസമായിട്ട് പറിച്ചു. ഇത് കണ്ട, ഇതിന്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സീസൺ ഇപ്പൊ കഴിയാറായി. ചീര അവിടെ ഉണ്ട് കേട്ടോ. ഇന്നലെ ഇവിടുന്നും അവിടുന്നും കൂടെ എടുത്തത് തെങ്ങ്, നമുക്ക് കൈയെത്തി ഇങ്ങനെ പറിക്കാൻ വേണ്ടിട്ട്. ഇത് ഗംഗാബോണ്ട്. എക്സാക്ട്ലി. ഇത് നമ്മുടെ കോവല്. ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഡെയിലി പറിക്കും. എന്തെന്താണോ ആവശ്യം അനുസരിച്ച് നമ്മള് പറിച്ചെടുക്കും. ഇത് നമ്മുടെ കാന്താരി കേട്ടോ, നിറയെ കായ്ക്കുന്നത്. ഇന്നലെ ഇവിടെ നിന്നാണ് ചീരയെല്ലാം എടുത്തത്. കാരണം ഇവിടെ ഇപ്പൊ രണ്ടാമത് ചെയ്യാനുള്ള സമയമായി. അപ്പൊ ഇത് ഉള്ളതിനെ മാക്സിമം നമ്മൾ യൂസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെല്ലാം കോളിഫ്ലവർ ആയിരുന്നു, നിറയെ കാ കിട്ടി. ഇപ്പൊ അതിന്റെ എല്ലാ സീസൺ കഴിഞ്ഞു. അപ്പൊ ഇത് നമ്മൾ തൈക്ക് വേണ്ടി നിർത്തി. ഇതെല്ലാം വിത്താ. ഇതെല്ലാം ഈ തൈകൾ നമ്മള് കുറെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് തന്നെയാണ് നമ്മൾ അടുത്ത സീസണിലേക്ക് റിപ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതുണ്ട്, ഇത് നിറയെ, ഇത് ഓറഞ്ചാണ്, ചൈനീസ് ഓറഞ്ചാ. ഇത് നിറച്ച് കായ, ഓരോ തണ്ടിലും കാകള. ഇതുണ്ടോ, ഇത് ഫുൾ കാകള നിൽക്കുക. ഇത് ശരിക്കും പറഞ്ഞാല് ഓറഞ്ച് ആയിട്ട് കഴിക്കുന്നതിലും നല്ലത്. ഒരെണ്ണം വേണോ? ഇതേ, ഇത് ജ്യൂസ് കുടിക്കാനാണ് നല്ലത്. നമ്മള് നാരങ്ങ പിഴിയുന്ന പോലെ തന്നെ പിഴിഞ്ഞ് ജ്യൂസ് ആക്കിയ സൂപ്പർ സംഭവം. ഇത് ആക്ച്വലി അല്ലല്ല, ഇതെന്തോന്നാ ഈ ഡയബറ്റീസുകാർക്ക് കൊള്ളാമെന്നും പറഞ്ഞ് വെച്ചതാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു ഭംഗി, അപ്പോൾ ഞാനിങ്ങനെ ഇത് എന്തിനു വേണ്ടിയാ? ഒറ്റമൂലിയാണ്. ഈവൻ എനിക്കറിയില്ല, നമ്മൾ ഈ ഒറ്റമൂലികളെ പറ്റിയിട്ട് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അത് ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് പറയാ. നമ്മളത് സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് ഒരു ഡോക്ടറോട് ഞാൻ പറയുമ്പോൾ ഇതിനൊക്കെ പറ്റുമെന്നുള്ള മരുന്നാണെന്ന് ഞാൻ പറയാൻ പാടില്ല. കാരണം എന്നാൽ എനിക്ക് വിവരമില്ല, നിങ്ങൾക്ക് ഇതിനെ പറ്റി ധാരണയുണ്ട്. പക്ഷെ ഇത് പറയുന്നത് ഒറ്റമൂലിയാണ്, മൈഗ്രെയിൻ അടക്കം പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് മുഴുവൻ മല്ലിയില കേട്ടോ, കംപ്ലീറ്റ് മല്ലി, നമ്മുടെ സിംഗപ്പൂർ മല്ലി എന്ന് പറയുന്ന സാധനം. ഇത് വെള്ളരി, വെള്ള ബ്രിഞ്ചോള. സീസൺ കഴിഞ്ഞത് ഇതിനകത്ത് കുറെ നിപ്പുണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ഇത് അങ്ങനെ കായ്ക്കുന്നില്ലായിരുന്നു. അപ്പൊ വെട്ടിക്കളയാന്ന് പറഞ്ഞപ്പോ നമ്മള് പിന്നെ വിചാരിച്ചു വെട്ടണ്ട. ഇതുണ്ടാ, ഇതിൽ കുഴി ഒരു സാലഡ് കുക്കുംബറിനെ കയറ്റി വിട്ടിരിക്കും. ഇതെല്ലാം സാലഡ് കുക്കുംബർ. ഇതൊക്കെ നല്ല മൂത്ത് നിൽക്കുന്നത്. ഇത് നമ്മളെന്താ വെച്ചാല് ഡെയിലി വൈകുന്നേരം ചപ്പാത്തിയുടെ കൂടെ സാലഡ് ഉണ്ട്. അപ്പൊ അന്നത്തേത് അന്നൊന്ന് എടുക്കാണ് പണി. ഇവിടെയുണ്ട്. ഇതൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ കഴിക്കാം. നമ്മള്
ചിലപ്പോൾ ഇല്ലേ നമുക്ക് ഒത്തിരി ഇതായി കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് വരും. നമ്മളുടെ തന്നെ വിത്തുകൾ നമ്മൾ സൂക്ഷിച്ചിടുന്നതാണ്. ഇതെല്ലാം ചാക്കിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇവിടുത്തെ മണ്ണ് അത്ര നല്ലതല്ല. ഈ pH നല്ല ലെവൽ അല്ലെങ്കിൽ ഇതെല്ലാം ചീത്ത. മണ്ണപ്പം ഇവിടുന്ന് കുറച്ച് കൊണ്ടുവരികയാണോ? നമ്മുടെ ഇവിടുത്തെ മണ്ണ് തന്നെ എങ്ങും എടുക്കണില്ല. ഈ മണ്ണ് തന്നെ യൂസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും കൃഷിഭവന്റെ ആൾക്കാരൊക്കെ അവര് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്രാവശ്യത്തെ അല്ല, ഇതിന് ജസ്റ്റ് ഒരു 2 പ്രാവശ്യം മുമ്പത്തെ എല്ലാ വിത്തുകളും എനിക്ക് കൃഷിഭവനിൽ തന്നു, ഇൻക്ലൂഡിങ് ഇതിന്റെ പോരും. പിന്നെ നമ്മള് അടുത്ത പ്രാവശ്യത്തേക്ക് നമ്മൾ വിത്തെടുത്ത് സൂക്ഷിച്ചു വെക്കും. ഈ എന്റെ ഏരിയയില് ആക്ച്വലി ഇവിടെ കുറച്ച് വേറൊരു ചെടികളൊക്കെ ആയിരുന്നു നട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ മുളക് കൃഷി ചെയ്തു. അന്ന് മുളക് ഉണ്ടായി നല്ല രീതിയിൽ അങ്ങ് വന്നു. പക്ഷെ ഒരു 1 ഫൈൻ മോർണിംഗ് തലേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന സാധനം നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ കാണത്തില്ല, കേടായി വാടി നിൽക്കും. അങ്ങനെ ഏരിയ മുഴുവൻ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴാണ് കൃഷി ഓഫീസർ വന്നു. പുള്ളിക്കാരിയാണ് പിന്നെ എന്ത് ചെയ്യണം pH കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ നമ്മൾ ഈ ഏരിയ മുഴുവൻ ട്രീറ്റ് ചെയ്തു. പുള്ളിക്കാരുടെ ഹെൽപ്പോട് കൂടിയാണ്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. കൃഷിഭവൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ അതാണ് പ്രത്യേകിച്ചും ഒരു അർബൻ ഫാമിംഗ് എല്ലാ വീടുകളിലും വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ചെയ്യാം, എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കൃഷിഭവനെ അല്ലേ. അവര് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് വളം. എന്ത് വളം എനിക്ക് കിട്ടുന്നതെന്ന് അറിയാമോ ഇവിടെ? പക്ഷെ എനിക്കിവിടെ കോഴിയുടെ ഇതുള്ളത് കൊണ്ട് ഞാൻ അത്ര യൂസ് ചെയ്യുന്നില്ല. അതിൽ ഒത്തിരി വളങ്ങളും ഉണ്ട് അവർ തരുന്നത്. ഇതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കോളിഫ്ലവർ ഇപ്പൊ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇനി അടുത്ത സീസൺ ആകുമ്പോഴേക്ക് ഇതെല്ലാം വലുതായി വരും. ഒരു ടൈം ഡ്യൂറേഷൻ 3 മാസം മാക്സിമം. അത് കഴിഞ്ഞാൽ ഇത് പോകും. ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സാധനമാണെന്നല്ല, ആനവയൽ അമ്പഴങ്ങ. അത് തന്നെ. ഇത് നമ്മള് അച്ചാറിനാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. നമ്മുടെ മാങ്ങ അച്ചാർ പോലെ തന്നെ ഇരിക്കും, ഭയങ്കര നല്ല. ഇത് പാളയംകുടനുണ്ട്, പിന്നെ രസത്തള്ളിയുണ്ട്. വേറൊരു വാഴ കാണിച്ചു തരാം, മധുരക്കിഴങ്ങ്. ഇത് 2 വെറൈറ്റി ഉണ്ട്, ഇതുണ്ട് അതുണ്ട്. രണ്ടാണ്. ഞാൻ നിറയുണ്ടാവും. നിലത്ത് വിട്ടത് മാറ്റാൻ വേണ്ടി, കാരണം ഇതിനടി പാമ്പ് കയറി കിടന്ന അറിയില്ല. ഇത് നമ്മുടെ ചക്ക, നമ്മുടെ വിയറ്റ്നാം വേളി നല്ലതായിട്ട് കായ്ക്കും. നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. എല്ലാത്തിനും പ്രൂണിങ് ആണ് ഇമ്പോർട്ടന്റ്. അതെ, അതുണ്ട് ടിഷ്യൂ കൾച്ചർ വാഴ, ആ കൊല ഉണ്ടോ. പിന്നെ ഇതൊന്നുമല്ല, നമുക്ക് കപ്പയുണ്ട് കേട്ടോ. ഈ വാഴക്കൊല ഞങ്ങൾ ശരിക്കും എന്താ വെച്ചാല് നമ്മള് മൂത്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ അറുത്ത് കൊണ്ടുപോകും തോരനൊക്കെ വെക്കാൻ. ഇത് മുറിക്കൂല. അപ്പൊ അറുത്തറുത്ത് താഴെ വരുമ്പോഴേക്കും ഇത് പഴുത്തിരിക്കും. ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു കൊല വെട്ടിയാൽ തോരൻ തൊട്ട് തുടങ്ങും. തോരൻ, മെഴുക്ക് പുരട്ടി, അങ്ങനെ അങ്ങനെ തുടങ്ങി ലാസ്റ്റ് ആകുമ്പോഴേക്കും അത് പഴുത്തു. ഈ മാവ് നിറച്ച് മാങ്ങിയ കോട്ടിക്കോണമാണ്. ഈ മഴ വന്ന് കാറ്റും മഴ വരുമ്പോ രാവിലെ ഞങ്ങൾ ഇത് വന്ന് പെറുക്കും. കുറെ കഴിഞ്ഞ ദിവസം പറിച്ചു, അതിനുശേഷം ബാക്കിയുള്ളതാണ് നിൽക്കുന്നതെല്ലാം. ഇത് പരമാവധി ചട്ടികളിലും ഇതുമായിട്ട് വെക്കുകയാണെങ്കിൽ കൂടുതൽ വെക്കാം. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മെയിൻ റീസൺ, ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ശരിക്കും ട്രാവൽ ചെയ്യുന്നവരാ. അപ്പം 2-3 ദിവസത്തേക്കൊക്കെ നമ്മൾ മാറി നിൽക്കുമ്പം ഈ ചട്ടിയിൽ വെച്ചാലുള്ള പ്രശ്നം, വെള്ളമില്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകും. പക്ഷെ നിലത്താണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. സോയിലിൽ നിന്നുള്ള വെള്ളമെല്ലാം അബ്സോർവ് ചെയ്ത് അതൊരുവിധം ഒന്ന് പിടിച്ചു വരും. അതുകൊണ്ടാണ് അവിടെയൊക്കെ പച്ചക്കറികളെല്ലാം നിലത്ത് തന്നെ വെക്കുന്നത്. പിന്നെ ചെടികളൊക്കെ തന്നെ നമ്മളിങ്ങനെ ചട്ടിയിലൊക്കെ വെക്കും. അത് നമുക്കിവിടെ ചേച്ചിയും ആരെങ്കിലും ഒക്കെ ആയിട്ട് വെള്ളം ഒഴിക്കും. അപ്പം ശരിക്കും ഇവിടെ ഇല്ലാത്തത് ഇനി ഒരുവിധമല്ല. ഇനി ഒരു സാധനം പരീക്ഷിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സ്ഥല പരിമിതികൾ കൊണ്ട് ഈ അക്വാപോണിക് എന്ന് പറയുന്ന അതൊന്ന് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. അക്വാപോണിക്സ് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ സാധനമാണ്. ഒരുപാട് പേര് കൃഷിഭവൻകാർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ മ്യൂസിയത്ത് പുറയിൽ ഒരെണ്ണം അറിയാമോ, നിശാഗതിയുടെ പുറയിൽ, അവിടെ അതിന്റെ ഡെമോയൊക്കെ വെച്ചിട്ടുണ്ട്. സാധാരണ ഇപ്പൊ ആരും ഉണ്ടല്ലോ, മാങ്ങയൊക്കെ വീണ് എടുക്കുകയാണെങ്കിൽ ഒരാളും കഴിക്കില്ല. കംപ്ലീറ്റ് നിപ്പ പേടിയൊക്കെ. അല്ല, നമ്മൾ നോക്കുവേ, ഇതിലെവിടെയെങ്കിലും എന്തെങ്കിലും കൊത്തുണ്ടോ, പിന്നെ എവിടെയെങ്കിലും അണ്ണാനാണെങ്കിൽ കടിച്ചെടുക്കും. നമുക്ക് ആ പോഷൻ കാണുമ്പോൾ അറിയാം, ഇങ്ങനെ ഒരു പിഞ്ചോട്ട് ഇങ്ങനെ വലിച്ചെടുക്കും. കിളികളാണെങ്കിൽ കൊത്തിയെടുക്കും.
അപ്പൊ അതൊരു ഇങ്ങനെ ഒരു എന്താ പറയാ കൊത്തുന്നതിൻ്റെയാ. അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. നല്ല പഴുത്ത് നിൽക്കുന്നത് കാറ്റും മഴയും അതൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് എടുക്കാറാ മതി. പിന്നല്ലാതെ. പക്ഷെ ഇപ്പൊ പേടിയുണ്ട് കേട്ടോ, റിസ്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് ഏതാ നല്ലതെന്ന് നോക്കി. എന്നാലും കാലത്ത് വരുമ്പോ ആവശ്യത്തിന് മാങ്ങ വീട്ടിൽ മുറ്റത്തുണ്ടാവും. എന്നും പാത്രമായിട്ടാ വരവ്. അന്ന് അതെല്ലാം ചെറിയ ഫിഷ് ടാങ്ക് ഉണ്ട് അല്ലേ? ഒരു കുഞ്ഞു ഫിഷ് ടാങ്ക് ആണ്. നിറച്ചും ഗപ്പിയാട്ടോ. ഗപ്പി ഉണ്ടെങ്കിലും കൊതുകുണ്ടല്ലേ? കൊതുകുണ്ട്, നല്ല രീതി കൊതുകുണ്ട്. കാരണം ഇത്രയും ചെടികളും എല്ലാം നിൽക്കുന്നതുകൊണ്ടാണ്. ഇത് നമ്മുടെ ആമ്പല്. ഇവര് ആമ്പലിന്റെ കാര്യം അറിയാം. ഇത് സൺ റൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇവര് വിടർന്ന് വരും. ബൈ ഒരു 5:30-6 കഴിയുമ്പോ തന്നെ കൂമ്പും. പിറ്റേ ദിവസം ആകുമ്പോ എഗെയിൻ ഇവർ ഓപ്പൺ ചെയ്യും. അപ്പോൾ കൂടാണ്ട് ചെറിയ തേനീച്ചയുണ്ട്. തേനീച്ച ഇതേണ്ടേ 2 എണ്ണം ഉണ്ട്. അവിടെ ഒരു ഇതുണ്ട്, ഇവിടെ ചെറുതേനാണല്ലോ മെഡിസിനൽ വാല്യൂ. പക്ഷെ അത് ലോങ് ടൈം എടുക്കും നമുക്കത് പ്രോസസ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പൊ അത് കംപ്ലീറ്റ് സോളാർ ആണ് അല്ലേ? യെസ്, കംപ്ലീറ്റ് സോളാർ. അപ്പം പണ്ടൊട്ടെ എങ്ങനെയാണോ? പണ്ടൊട്ടേ അതെ. ഞങ്ങളൊരു സോളാർ ആക്കിയിട്ട് മോർ ദാൻ 7-8 years ആയി. കാരണം ഈ ഞങ്ങളുടെ വീട് ഇത്രയും വലുതൊന്ന്, പിന്നെ നിറയെ ആളുള്ള വീടായിരുന്നു. മക്കള്, അമ്മച്ചി, അങ്ങനെ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഉള്ളപ്പം എല്ലാരും എല്ലാ റൂമിലും ലൈറ്റും ഫാനും ഇടും. നമ്മുടെ ഇലക്ട്രിസിറ്റി ഇവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ സോളാറിലേക്ക് പോയതാ. സോളാർ ഞങ്ങളൊക്കെ ആദ്യം വെച്ച് വരാം. KCB പേടിക്കണ്ട, ഇറാനെയും ട്രംപിനെയും പേടിക്കണ്ടെന്ന് പറഞ്ഞ പോലെ KCB പേടിക്കണ്ട. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. സൂര്യനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കറണ്ട് കിട്ടും, എനർജിയായി. കോഴി ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് ഗ്യാസും കിട്ടും. പിന്നെ ഫുഡിന് ആവശ്യമുള്ള അത്യാവശ്യം പച്ചക്കറികളും എല്ലാം അരി മാത്രം വെളിയിൽ നിന്ന് മേടിക്കണമെന്നേ ഉള്ളൂ. 2 ദിവസം അരി കിട്ടിയില്ലെങ്കിലും കപ്പയായിട്ടും ചേനയായിട്ടും ചേമ്പായിട്ടും ഒക്കെ സർവൈവ് ചെയ്യും. 2-3 ദിവസം ഹർത്താൽ വന്നാലും ഡോക്ടർക്ക് പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. അപ്പൊ പിന്നെ മുട്ട ഇഷ്ടം പോലെ ഡെയിലി. അത് പുറത്ത് കൊടുക്കുകയാണോ? ഞങ്ങള് മിക്കവാറും ഇവർക്കെല്ലാം കൊടുക്കും. അത് പൈസക്കാട്ടോ. മുട്ട വെറുതെ കൊടുക്കാറില്ല, കാരണം എനിക്ക് കോഴിത്തീറ്റ മേടിക്കണമല്ലോ. അത് മാത്രമേ ഉള്ളൂ മേടിക്കേണ്ടത്. പാലയിൽ എവിടെയായിരുന്നു? പാലായിലെ ഈരാറ്റുപേട്ടയ്ക്ക് അടുത്ത് പനക്കപ്പാലെന്ന് പറയും. പനക്കപ്പാലത്ത് നിന്നാണ് നമ്മുടെ കവടിയാർ വന്നത്. പക്ഷെ എന്താ പറയാ, ഒന്നും 1 ഇഞ്ച് സ്ഥലം വെറുതെ കളയാനില്ല. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണുമ്പോ ജോലിക്ക് പോവാൻ ഇപ്പൊ പോകും, പിന്നെ തിരക്കാണ്. പിന്നെ വേറൊരാളാണ്. അപ്പൊ ഒരു പ്രൊഫഷണലാണ്, ഒരുപാട് പണിയുണ്ട്, 1 മിനിറ്റ് പോലും വെറുതെ ഇരിക്കുന്നില്ല. പക്ഷെ അതിനിടയിൽ ഇതൊക്കെ സാധ്യമാണ് എന്ന് നമ്മളെ കാണിച്ചു തരികയാണ് ഡോക്ടർ ബെറ്റി. ബിജോ ഡോക്ടർ പോയിരിക്കുകയാണ്. ബിജോ ഡോക്ടർ പോയി. അപ്പോ ഇത് ഇന്നേക്കുള്ള സാലഡ് കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.